ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, മർച്ചന്റ് സ്ക്വയർ, നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ. കേന്ദ്ര സർക്കാരിന്റെ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതിന്റെ ഭാഗമായി സൗത്ത് ഇന്ത്യൻ ബാങ്കും ചെറുപുഴ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സമ്പൂർണ്ണ സാമൂഹിക ക്ഷേമ യജ്ഞ ക്യാമ്പയിൻ ചെറുപുഴ പഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് തുറക്കൽ, 20 രൂപ അപകട ഇൻഷുറൻസ്, പെൻഷൻ പദ്ധതി രജിസ്ട്രേഷൻ എന്നിവയെക്കുറിച്ച് ക്ലാസ് നടന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് CM റോഫി സ്വാഗതം ആശംസിച്ചു. RBI കണ്ണൂർ LBO ശ്രീകാന്ത് TK അധ്യക്ഷത വഹിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ബാലകൃഷ്ണൻ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. കണ്ണൂർ LDM ഡോക്ടർ രഞ്ജിത്ത് KS, ഫെഡറൽ ബാങ്ക് RM അഭിലാഷ്, ചെറുപുഴ ഗ്രാമീൺ ബാങ്ക് മാനേജർ രാജേഷ് KV, ടീം ഗൈഡ് ലൈനർ ജയരാജൻ, പ്രജിത പ്രദീപ് എന്നിവർ ക്ലാസ് നയിച്ചു. ചെറുപുഴ സൗത്ത് ഇന്ത്യൻ ബാങ്ക് മാനേജർ നിജേഷ് നന്ദി രേഖപ്പെടുത്തി. ഇതിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി ബാക്കിയുള്ള എല്ലാ നിങ്ങൾ അറിയുന്ന ആളുകൾക്കൊക്കെ പകർന്നു കൊടുത്ത് ഈ സ്കീമുകൾ ഒരു വിജയമാക്കി തീർക്കാനായിട്ട് നിങ്ങളെല്ലാവരും പരിശ്രമിക്കുക. ഇതിൻ്റെ ഗുണഫലം നമ്മളെല്ലാവരും അനുഭവിക്കേണ്ടതാണ്. അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് വന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ 5 കാര്യങ്ങളില്ലേ, ഇതിനു വേണ്ടിയിട്ടാണ് ഇതൊരു ക്യാമ്പാണ്. ഫസ്റ്റ് നമുക്ക് ഇൻഷുറൻസിന്റെ 2 ഇൻഷുറൻസ് ഉണ്ട്. ഒരെണ്ണം അപകട മരണം, രണ്ടാമത്തത് ലൈഫ് ഇൻഷുറൻസും. അതിനെപ്പറ്റി പറയാനും എൻറോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത് KYC. KYC എന്ന് പറഞ്ഞാൽ അറിയോ? കേട്ടിട്ടുണ്ടോ? അപ്പൊ ഓക്കെ, അത് എന്തിനാണ് KYC? നോ യുവർ കസ്റ്റമർ. ബാങ്കിന് അറിയണം നമ്മൾ ആരാണെന്നുള്ളത്. അപ്പോൾ ഓരോ 10 കൊല്ലം കഴിയുമ്പോഴും നമ്മൾ നമ്മുടെ അക്കൗണ്ട് നമ്മൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ വേറെ ആരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ അഡ്രസ്സും ഫോട്ടോയും സിഗ്നേച്ചറും മാറിയിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് KYC ചെയ്യണം. അത് RBIയുടെ ഒരു നിർദ്ദേശമാണ്. അത് ചെയ്യണം. പിന്നെ കുറച്ച് നാൾ യൂസ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ അത് എവിടെ പോകുന്നത്? 10 കൊല്ലത്തോളം നമ്മളൊരു അക്കൗണ്ടിലുള്ള പൈസ അക്കൗണ്ടേ യൂസ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പൈസ ബാങ്ക് RBIക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിൽ ഡെപ്പോസിറ്റ് അവയർനെസ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെ എന്തിനാണ് ഈ യോഗം വിളിച്ച് ഇങ്ങനെ ഒരു മീറ്റിംഗ് ചേർന്നിരിക്കുന്നത് എന്നുള്ള ശ്രീകാന്ത് ചെറിയ വാക്കുകളിൽ സൂചിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ മഴ പെയ്യുന്ന കാലാവസ്ഥയിൽ ഇത്രയും പേര് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായത്. നിങ്ങൾ ഈ ക്ഷണം സ്വീകരിച്ചെത്തിയതിന് പഞ്ചായത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. മറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളൊക്കെ ബാങ്കിൽ പോകുമ്പോൾ നമ്മളോട് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ പലയാവർത്തി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. 20 രൂപ നിങ്ങൾ പ്രീമിയം അടയ്ക്കും, നിങ്ങൾക്ക് ലൈഫ് കവറുണ്ട്, അത് നിങ്ങൾ ചേർന്ന് ഇതിൻ്റെ 145 ഒരു സംഖ്യയുടെ കാര്യം. ഇതൊക്കെ നമ്മൾ പലയാവർത്തി കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ അത്ര പേരത് ചെയ്തിട്ടില്ല എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണ. കുറവായ രീതിയിൽ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ മറ്റു കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇത് വളരെ പ്രധാനപ്പെട്ടതല്ലാന്നല്ല. തീർച്ചയായും 20 രൂപ പ്രീമിയം അടച്ചാൽ 2 ലക്ഷം രൂപ ലൈഫ് കവർ കിട്ടുന്ന ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ഇത് വളരെ വലുത് തന്നെയാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സഹായകരമായ പോളിസിയാണ്. അതിലും മികച്ച പോളിസി എന്നതാണ് ഇപ്പൊ സംസാരിച്ചപ്പോൾ സാർ പറഞ്ഞത്. ഞാനിതിനായിട്ട് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ബാങ്കിൽ ചിലപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചിട്ടുമുണ്ട്, എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെന്നല്ലാതെ എടുത്തിട്ടില്ല. എടുക്കാൻ പറ്റുമെന്ന് അറിയുകയില്ല എന്തെങ്കിലും. മറ്റു ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ KYC 10 വർഷത്തിലൊരിക്കൽ പുതുക്കണം എന്ന് പറഞ്ഞ കാര്യം, അതൊക്കെ നമ്മൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ? നമുക്ക് മെസ്സേജൊക്കെ വരാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മെസ്സേജൊക്കെ വരാറുണ്ട്, KYC അപ്ഡേറ്റ് ചെയ്യണം, KYC അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ അതങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്ര ഗൗരവമായി കാണാത്ത ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മൾ ബാങ്കുകളിൽ അക്കൗണ്ട് എടുത്തിട്ട് ഡെറ്റായി കിടക്കുന്ന പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി ഇങ്ങനെ വഴിയുണ്ട് എന്നുള്ളതും പല അവസരങ്ങളിൽ നമ്മളങ്ങനെ ചില അക്കൗണ്ടുകളൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത്
അങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് അറിയാൻ സഹായകമായ തീർച്ചയായും അറിയേണ്ട ചില കാര്യങ്ങൾ. ഇതിനെല്ലാം പുറമെ എനിക്ക് നിങ്ങളുടെ ബാങ്കിന്റെ വളരെയേറെ ഉദ്യോഗസ്ഥന്മാരുള്ളവരെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ പരാതിയിൽപ്പെട്ട നമുക്കൊക്കെ എനിക്ക് മിക്കവാറും ഒരു 15 ദിവസത്തിലൊരിക്കലെങ്കിലും 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപയൊക്കെ ലോൺ പാസ് പറഞ്ഞതുപോലെ റീകേവൈസി ചെയ്യണം. ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അക്കൗണ്ട് ഉള്ളതല്ലേ? എല്ലാവർക്കും അക്കൗണ്ട് ഇല്ലേ? ചേച്ചി എത്ര നാളായി അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട്? 15 വർഷം. ഇതെന്ന് പറഞ്ഞാൽ മതി. 15 വർഷം റീകേവൈസി ചെയ്തായിരുന്നു. ഇപ്പൊ ചെയ്തിട്ടുണ്ട്. SBIയിലാണ് അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും 10 വർഷത്തിന് മുകളിൽ അക്കൗണ്ട് ഉള്ളവരുണ്ടെങ്കിൽ റീകേവൈസി ഒന്ന് ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഇന്നത്തെ ഈ മീറ്റിംഗിൽ ID പ്രൂഫ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതാത് ബാങ്കുകളിൽ കൊടുക്കുന്നത്. രണ്ടാമത്തേതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 18 വയസ്സിന് മുകളിലുള്ളവർക്ക് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുള്ളൂ. മൂന്നാമത്തെ, അതായത് രണ്ടാമത്തെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവാണ് സെക്യൂറിംഗ് ദ അൺസെക്യൂർഡ്. അത് ചോദിക്കാം അല്ലെ? ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്തവർക്ക് നമുക്കൊരു ഇൻഷുറൻസ് സ്കീമിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഇന്ന് ഈ മീറ്റിംഗിന്റെ മൂന്നാമത്തെ ഇതായിട്ട് വരുന്നതാണ് സോഷ്യൽ ജനസുരക്ഷ സ്കീമുകളിൽ നമ്മൾ ആളെ ചേർക്കുന്നുള്ളത്. അതിന്റെ സ്കീം ഡീറ്റെയിൽ എല്ലാവരും നമ്മൾ CFL ഡീറ്റെയിൽ ചെയ്ത് എന്താണെന്നുള്ളത് നേരത്തെ നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി. നമുക്ക് വെറും 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഷുറൻസിൽ ചേരാൻ പറ്റുന്നുള്ളൂ അല്ലേ? കൂടുതൽ ചോദിക്കുമ്പോൾ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് 50 കോടി അക്കൗണ്ടിലുണ്ട്. ശരിക്കും സംഭവിച്ചൊരു കാര്യം കഴിഞ്ഞ ആഴ്ച ഒരു 50 കോടി എൻ്റെ അക്കൗണ്ടിലോട്ട് ഒരാൾ തരാന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്താണെന്ന് നിങ്ങൾ പറയൂ. അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, ഇത് ബാങ്കിൽ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഫണ്ട് വാങ്ങാം. ഞാൻ പറയുക എൻ്റെ അക്കൗണ്ടിലുള്ളൊരു നല്ല ബാലൻസ് ഉള്ള ഒരു ബ്രദറുണ്ട്, പുള്ളി വിളിപ്പിക്കാൻ പറയുന്നു. ഞാൻ കുറച്ചുകൂടി ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നു അമേരിക്കയിലുള്ള ഇയോൺ മസ്ക് എനിക്ക് 50 കോടി രൂപ അയച്ചത്. അതായത് അവർക്ക് വലിയൊരു കോടീശ്വരനാണ്. എന്താ വെച്ചാൽ കുറച്ചു മുമ്പ് സാറ് പറയുകയുണ്ടായി കുറച്ചു കാലം മുമ്പ് 50 കോടി ലോട്ടറി അടിച്ചു, ഇതൊക്കെ ന്യൂസ് വരാൻ. ഇത് ഇന്നലെ വരെ, അതായത് ഇന്നലെയും കൂടി ഇത് നടന്നിട്ടുണ്ട് കേരളത്തില്. ബാങ്കിന്റെ റീജിയണൽ ഹെഡ് അഖിലേഷ് സാർ, സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഹെഡ്, അതുപോലെ പഞ്ചായത്ത് മെമ്പർ ബാലകൃഷ്ണൻ, ഇവിടെ ചേർന്ന കുടുംബശ്രീ മറ്റ് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ, പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ, ഇവിടെ ബാലകൃഷ്ണൻ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ 20 രൂപ ഇൻഷുറൻസിന്റെ 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് ആ ഇൻഷുറൻസിൽ ചേരാം. പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന, അതിന്റെ പേര് PMSBY. അത് 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് ചേരാം. വെറും 20 രൂപ മാത്രമേ നിങ്ങൾ അതിലിറക്കേണ്ടതുള്ളൂ. മാത്രമല്ല അതിന്റെ ഏറ്റവും വലിയ ഗുണം, നിങ്ങൾ അക്കൗണ്ടിൽ പൈസ ഉണ്ടായാൽ മതി. എല്ലാ വർഷവും ബാങ്ക് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ലഭിക്കും. നിങ്ങളത് ഒരു കൊല്ലം അടിച്ചിട്ട് എന്റെ കാലാവധി കഴിഞ്ഞു എന്നതിന്റെ ബേജാറൊന്നും ആയിരിക്കും വേണ്ട. നിങ്ങളെ ന്യൂ ജനറേഷനുകൾക്കിനി ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ്, EY and UX ഡിസൈനിംഗ്, വൈബ്സ് ആൻഡ് SAP, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് ആൻഡ് ആനിമേഷൻ, വീഡിയോ എഡിറ്റിംഗ് ആൻഡ് VFX, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മോഷൻ ഗ്രാഫിക്സ്, ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ, Python പ്രോഗ്രാമിംഗ്, ഇന്റീരിയർ ഡിസൈനിംഗ്, ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് CCTV. എല്ലാ കോഴ്സുകളിലും AI ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ. കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ. പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം. എല്ലാ മാസവും ക്യാമ്പസ് ഇന്റർവ്യൂവും ജോബ് ഫെയറും. ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, മർച്ചന്റ് സ്ക്വയർ, നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.